എല്ലാവരും പെട്ടെന്നറിയാം ലോക്ക്ഡൗൺ അല്ലേ. അപ്പം വാട്സപ്പിൽ പെട്ടെന്ന് ഒരു മെസ്സേജ് വന്ന് ഞാൻ വെറുതെ ഇരിക്കായിരുന്നു. അപ്പം പെട്ടെന്ന് ക്യാമറ എടുത്ത് വന്നതാണ്. അപ്പം എന്താ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. ബ്രോ, എൻ്റെ വീട് ആലപ്പുഴയാണ്. എൻ്റെ പേര് റോബിൻ. ഞാൻ ഈ സ്റ്റാറ്റസിലൊക്കെ കണ്ടതാണ് നമ്മുടെ ഇമേജ് കാർട്ടൂൺ ഇമേജ് ആക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം എങ്ങനെ നമുക്ക് നമ്മളെ ഫോട്ടോ കാർട്ടൂൺ ആക്കാൻ ഇപ്പോഴത്തെ ട്രെൻഡാണ്. അതായത് ഇപ്പം എല്ലാ യൂട്യൂബേഴ്സും കണ്ടോ ഇതാ ഇവരെ കണ്ടില്ലേ സ്റ്റാറ്റസ് എടുക്കുന്നത്. ഇതുപോലെ നമുക്കും എങ്ങനെ സ്റ്റാറ്റസ് ഇടാം, നമുക്ക് അതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കല്ലേ. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. അപ്പോൾ എന്തായാലും അതേപോലത്തെ വീഡിയോസ് എങ്ങനെ ഉണ്ടാക്കാം, ഇതിൻ്റെ ഫോട്ടോസും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെല്ലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ പെടുന്ന പുതുപുതിയ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കല്ലേ. അപ്പം വീഡിയോ കിടക്കാം. കാർട്ടൂൺ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി 2 ആപ്ലിക്കേഷൻസ് സഹായം നമുക്ക് വേണ്ടിയത്. അതായത് ട്യൂൺ ആപ്പ് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനും അതേപോലെ തന്നെ പിക്സാർട്ട് പറഞ്ഞ ആപ്ലിക്കേഷനും. ഇത് നമുക്ക് നെറ്റിൻ്റെ ആവശ്യമുണ്ട്. നെറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ലോഡാകാൻ വേണ്ടിയിട്ട് നെറ്റ് കേട്ടോ. അപ്പോൾ ട്യൂൺ ആപ്പ് നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം. അതിന് ശേഷം നമുക്കൊരു നല്ലൊരു ഇമേജ് നോക്കാം. എടാ എല്ലാവരും പേടിക്കും, ഞാൻ കയറി വരുവാ കേട്ടല്ലോ. ഗൈസ് ഞാൻ ഒരു ഇമേജ് ഇപ്പോൾ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇങ്ങനെ ഒരു ക്രോപ്പായി നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ അതേപോലെ ജസ്റ്റ് ഒന്ന് ലോഡ് ആവട്ടോ. ഞാൻ അപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നു, ഒന്നും അവസാനിച്ചിട്ടില്ല. ഇത് ലോകത്തിന്റെ ചരിത്രം അറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ്. എല്ലാം അവസാനിച്ചു എന്നത് ഒന്നും അവസാനിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ എനിക്കത് കാണാം. നമുക്കിത് അവിടെ ക്ലിക്ക് ചെയ്താൽ 3 ദിവസം ഫ്രീ ആണെന്നൊക്കെ പറയും. മുകളിൽ ഒരു ആരോ മാർക്കുണ്ട്, ജസ്റ്റ് അവിടെ പ്രസ് ചെയ്യാം. അപ്പോൾ ഒരു ആഡ് വരും, ജസ്റ്റ് ഒന്ന് ടെക്ക് വെക്കുക. അപ്പോൾ ഇതേപോലെ ആൾക്കാരും കാണാകുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് സെലക്ട് ആക്കാൻ പറ്റും. ഇവിടെ അവിടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആക്കുക. അതേപോലെ നമുക്ക് പഴയ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പഴയ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കാർട്ടൂൺ രൂപത്തിലായി കാണാൻ കഴിയുന്നതാണ്. എനിക്കിപ്പോൾ ഇതാ വേണ്ടി ഇവിടെ ജസ്റ്റ് നമ്മൾ സ്ക്രീൻഷോട്ട് അടിക്കണം. ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫോണിൽ അങ്ങനെ സ്ക്രീൻഷോട്ട് അടിക്കുക. ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഞാൻ ക്രോപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പോകേണ്ടത് നമ്മളിവിടെ ഒരിക്കലും അപ്ലൈ കൊടുക്കരുത്. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വാട്ടർ മാർക്ക് ഉണ്ടാവും, അങ്ങനെ പ്രോബ്ലം ഉണ്ട്. അപ്പം ഇനി നമുക്ക് വേണ്ടത് പിക്സാർട്ടാണ്. പിക്സാർട്ട് അതേപോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിന് നെറ്റിൻ്റെ ആവശ്യമുണ്ട്, ജസ്റ്റ് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് നെറ്റിൻ്റെ ആവശ്യം. അതിനുശേഷം ഇതാ ഇവിടെ പ്ലസ് ഐക്കൺ നിൽക്കാണ്ട് നമ്മളെ ഫോട്ടോ ആഡ് ചെയ്യാം. നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇതാ ഞാൻ യെല്ലോ ആണ് സെലക്ട് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ സെലക്ട് ആക്കുക. അതിനുശേഷം നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യണം, ഒരു കാർട്ടൂൺ ഫോട്ടോ ആഡ് ചെയ്യണം. ഓക്കെ, ഞാൻ ആഡ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ ഒരു യെല്ലോ കാർട്ടൂൺ ഫോട്ടോ ആഡ് ചെയ്യുന്നത്. ഓക്കെ, കുഴപ്പമില്ല, ഇത് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇതൊന്ന് സെൻറ്റർ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, കണ്ടോ ഇവിടെ സെൻറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് ഒരു തല വേണം, എൻ്റെ തല. അപ്പോൾ ഇതിന് നിൽക്കുക. അതിന് ശേഷം നമ്മൾ ക്രോപ്പ് ചെയ്ത ഫോട്ടോ അല്ലേ, അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ആഡ് ചെയ്യുക. ഇനി നമ്മളിതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. ഇതിമൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. ക്രോപ്പ് പറഞ്ഞാൽ കട്ടൗട്ട് ചെയ്യണം. ഇതിൽ കട്ടൗട്ട് ആവുന്ന ഓപ്ഷൻ ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്യുക. അതിൽ പേഴ്സണൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എങ്ങനെയൊക്കെ നിങ്ങൾ കാണാം. എന്നിട്ട് കുറച്ച് എറേസ് ചെയ്ത് കളയാണ്ട്, അതായത് എറേസ്മെൻ്റ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്ത് കളയാൻ നമുക്ക്. ഓക്കെ ഗൈസ്, സേവ് വെക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് ജസ്റ്റ് ചെറുതാക്കിയ ശേഷം റൊട്ടേറ്റ് ചെയ്യാൻ തല വേണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങളെ എങ്ങനെ തല അതിനനുസരിച്ച് ചെയ്യുക. ജസ്റ്റ് ഇതെല്ലാം വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് കളറിങ് ചെയ്യണം. അത് അഡ്ജസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ സാറ്റുറേഷൻ കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. അപ്പം ഏകദേശം സെയിം കളറാവും. ഓക്കെ, അപ്പം ഇത്ര പണിയുള്ളൂ ഗൈസ്, നമ്മളെ ഫോട്ടോ റെഡി. അപ്പോൾ വേണമെങ്കിൽ തല ഒന്നുകൂടി ജസ്റ്റ് ചെറുതാക്കാനൊക്കെ പറ്റും. ജസ്റ്റ് ടിക്കുക. തല വേണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ചെറുതാക്കുക, വേണമെങ്കിൽ വലിയതാക്കുക. നമുക്കിപ്പോൾ ഒരു പാകത്തിൻ്റെ വലിപ്പത്തിനാക്കാം. ഓക്കെ, ഇത്ര പണിയുള്ളൂ. ജസ്റ്റ് അതിന് ശേഷം എന്നിട്ട് ഇതാ ആരോ നിൽക്കുക. അതിന് ശേഷം ഇവിടെ ഗാലറി ഓപ്ഷൻ ഉണ്ട്, ഗാലറി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതായിരിക്കും നമ്മളെ ഫോട്ടോ. ഗൈസ് കുറച്ച് ദിവസം ഡിലേ ആയിരുന്നു വീഡിയോസൊക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്ത് വീഡിയോ വേണ്ടേ പറഞ്ഞാൽ മതി. ജസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോ ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തായാലും
പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ്, സുഖമല്ല എല്ലാവർക്കും. വീട്ടിൽ ലോക്ക്ഡൗൺ ആയിട്ട് നിൽക്കുന്നത് ഞാൻ മലപ്പുറത്ത് ലോക്ക്ഡൗൺ നീട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. 30-ാം തീയതി വരെ ഇനി ലോക്ക്ഡൗൺ ആണ് ഗൈസ്. അതും ട്രിപ്പിൾ ലോക്ക്ഡൗൺ. എന്ത് കാട്ടും, പെരയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് എന്തെങ്കിലും വ്ളോഗൊക്കെ ചെയ്യാമായിരുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത മിച്ചിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.